ഹലോ ഗൈസ്, എല്ലാവർക്കും മൂസ് റോസിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി കണ്ടിട്ട് ഞാൻ 2-3 ദിവസമായി വീഡിയോ എടുത്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗുരു എന്താ പറയാനുള്ളത്? നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. നമുക്ക് സമയമില്ല ഗൈസ്, നമുക്ക് സമയമില്ല. അത് അമ്മു ഇവിടെ ഇതാ ബുക്കൊക്കെ ടൈം ടേബിൾ എടുത്ത് വയ്ക്കുമായിരിക്കും അമ്മോ. അവരുടെ സ്റ്റഡി ടേബിളാണ് ഗൈസ്, ഇത് സ്റ്റഡി ടേബിൾ. ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇത് ഇവിടെ ഒരു 3 അറയുണ്ട്, അതിൽ 3 ആളുടെ ബുക്കും വയ്ക്കും. പിന്നെ ബാക്കിയുള്ള പെൻസിൽ, കട്ടർ, റബ്ബർ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വയ്ക്കും. അമ്മ ഇതൊക്കെ വൃത്തിയാക്കാനായിട്ടാണ് കംപ്ലീറ്റ് ഇതാ പൊടിയാണ്. അതാ നോക്ക്, അവിടെ വൃത്തിയാക്കണത് അമ്മൂൻ്റെ ജോലിയാണ് വൃത്തിയാക്കൽ. സ്റ്റഡി ടേബിൾ വൃത്തിയാക്കൽ അമ്മൂൻ്റെ ജോലിയാണ്. ചൂട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. 2-3 ദിവസമായി വീഡിയോ എടുത്തിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല. രാവിലെ നേരത്തെ എണീറ്റ് കുട്ടികളുടെ കാര്യം 3 ആളുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് നമുക്ക് വീഡിയോയും കൂടി എടുക്കാനുള്ളതാ. ചെല്ലി സുഖല്ലേ? ചെള്ളി സ്കൂളിൽ പോകുന്നുണ്ട് ഗൈസ്. ചെള്ളി ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ വന്ന് ഇരുന്നാൽ മതി, എഴുതൊന്നും വേണ്ട, ജസ്റ്റ് പറയുന്നതൊക്കെ ഒന്ന് കേട്ട് ഓറൽ പോലെ ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ വണ്ടിയിൽ പോകുന്നുണ്ട്. ജുഗ്രു കൊണ്ടുപോകും അല്ലേ? ജുഗു നീ അല്ലേ കൊണ്ടുപോകണേ? ചെള്ളിനെ ആരാ കൊണ്ടുപോകണം സ്കൂളിലേക്ക്? നമ്മുടെ ജുഗ്രു ആണ് ചെള്ളിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകണത്. ഓ ബസ്. ആ ബസ് തന്നെ, പക്ഷെ നീയാണല്ലോ. ഇവനാണ് കൊണ്ടുപോകണത്, ഇവനാണ് ഇപ്പം നോക്കണത് നമ്മുടെ ചെള്ളിക്കുട്ടിനെ. ഇവൻ്റെ സ്കൂളിൽ തന്നെയാണ് അവൻ, അപ്പോൾ പിന്നെ നോക്കൂലോ. പിന്നെ അമ്മു വേറെ സ്കൂളിലാണ്, കുഴമന്നാണ്. അപ്പോൾ പറ്റില്ല. ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ജുഗ്രുവിനെ അവരുടെ സ്കൂളിലേക്ക് ആക്കും. പിന്നെന്താണ്, ഇതാ അവിടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജുഗ്രു എന്താ ചെയ്യുന്നത്? ജുഗ്രു ഹെഡ്ഫോണിൽ പാട്ട് കേൾക്കണോ? ചെള്ളിക്കുട്ടി ഇതാ ഇവിടെ കളിക്കുകയാണ്. ആരാത്? ചെള്ളി. ആരാത്? ആരാ വോയിസ്? അതാ കയ്യിൽ ശരിയാക്ക്. ചെള്ളി നീ ഇങ്ങനെ ആക്കിയിട്ടല്ലേ സ്കൂളിൽ പോണത്? അയ്യോ, അപ്പോൾ ടീച്ചർ എന്ത് പറയും? നിനക്ക് മമ്മി ശരിയാക്കി തരാം. 1 മിനിറ്റ്. ശരിയായിട്ടില്ല. അതോ കൈ പൊട്ടി ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും വികൃതിക്കൊരു കുഴപ്പമില്ല അല്ലേ ചെള്ളേ? കേൾക്കണ്ടോ ഷോയില്? ആ കൈ ശരിയാക്കണ ചെല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ കലാപരിപാടികൾ. 8:30 സമയം. എന്താണത്? അപ്പോൾ വേറെ ബോട്ടിലോടെ ഇതിൽ പപ്പനെ കൊണ്ട് വെള്ളം എടുത്ത് വയ്ക്കാൻ പറയട്ടാ.
കുറച്ചുകൂടി ആവട്ടെ അല്ലേ? ഓക്കെ. അങ്ങനെ അമ്മുവിൻ്റെ ബാഗിൽ വെക്കാൻ പോയി. പിന്നെ ജുഗ്രുവിൻ്റെ വാട്ടർ ബോട്ടിൽ, ചെള്ളിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം സമയം 8:35. അങ്ങനെ ഇപ്പം സമയം കണ്ടല്ലോ 8:45 ആയി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവരുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യണം. അപ്പോൾ അത് അയൺ ചെയ്ത് വെക്കുക. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ അമ്മ നിറച്ച് വെച്ചു. പിന്നെ സ്നാക്സ് ബോക്സിൽ സ്നാക്സ് ആക്കി വയ്ക്കും. പിന്നെ അതൊക്കെ തന്നെ ഇപ്പം ചെയ്ത് വയ്ക്കും. അവർ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. അവരൊരു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 10:30 കറക്റ്റ് 10:30 ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എത്ര നേരത്തെ നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞാലും അവർ ആ സമയത്ത് എണീക്കുള്ളൂ. പിന്നെ നമുക്കിനിയിപ്പോൾ എനിക്കിനിയിപ്പോൾ അയൺ ചെയ്യുക, അവരുടെ അയൺ ചെയ്ത് വയ്ക്കുക. പിന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ചെയ്യും. വെള്ളം നിറച്ച് വയ്ക്കുക, സ്നാക്സ് എടുത്ത് വയ്ക്കുക, പിന്നെ ലഞ്ച് ടവല്, അതായത് പാൻറ്റീസ് ആണെങ്കിലും എല്ലാം അവർ സെറ്റാക്കി അവിടെ വയ്ക്കും. എനിക്കതൊക്കെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ രാവിലെ എണീറ്റിട്ട് ഒന്ന് നോക്കിയാൽ മാത്രം മതി. പിന്നെ എനിക്ക് രാവിലെ എല്ലാം കൂടിയിട്ട് 3 ആളുടെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലെ കാര്യം നോക്കണം. അപ്പോൾ എല്ലാം കൂടി എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അവർക്ക് അമ്മൂനൊക്കെ 8:10 ആകുമ്പോഴേക്കൊക്കെ വണ്ടി വരും. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ നാളേക്കുള്ള ചാറ് കൂട്ടാൻ, അതായത് കറി, തേങ്ങ കൂട്ടിയിട്ടുള്ള കറിയൊക്കെ ഇപ്പോൾ വെച്ച് വയ്ക്കും. പിന്നെ ഉപ്പേരീസും അതൊക്കെ നാളെ രാവിലെ വയ്ക്കുള്ളൂ. പിന്നെ കിച്ചണിൽ ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് കുറേ ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ജസ്റ്റ് ഒന്ന് സിങ്കിൻ്റെ അടുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഗ്യാസ് ഒന്ന് തുടയ്ക്കണം, ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ അടുപ്പുണ്ട്, അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ മുളക് പൊടി പൊട്ടിച്ച് പാത്രത്തിലാക്കാനുണ്ട്, അപ്പോൾ അതും ഒന്ന് ആക്കും. പിന്നെ അതിന് ശേഷം എന്താണ് ബാക്കി പിന്നെന്താ ഇനി നാളേക്ക് ഉള്ള ഉപ്പേരിക്കുള്ളതാണിത്. ക്യാരറ്റ് കുറച്ചുണ്ട്. അപ്പോൾ നാളേക്ക് ഉപ്പേരിക്കുള്ള ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നാളെ ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ നമ്മുടെ ജുഗ്രുവിന് ക്യാരറ്റൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവന് കുറച്ച് സോയാബീൻസ് എടുത്ത് വറുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ആക്കി കൊടുക്കും, കയ്പ്പയ്ക്കയോ. അതല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പയ്ക്ക, ഉരുളക്കിഴങ്ങ്, സോയാബീൻസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവന് സാധാരണ സ്കൂളിലേക്കൊക്കെ അതന്നെ മതി എന്നാണ് പറയുക എന്നും. അപ്പോൾ അതാക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അത് ചെറിയൊരു പണിയല്ലേ, അത് രാവിലെ ചെയ്യാനുള്ളൂ. പിന്നെ ബാക്കി എന്താണ്, വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. വാഷ് ചെയ്തിട്ടില്ല, ഇന്ന് എനിക്ക് വാഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ വാഷ് ചെയ്യാനുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീന് കുറച്ചൊരു പണി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വാഷ് ചെയ്യലും ഒരു പണിയായി. ഇല്ലെങ്കിൽ ഞാൻ അത് മെഷീനിലിടുന്നതാണ്. യൂണിഫോം മാത്രം കല്ലിൽ അലക്കുള്ളൂ, ബാക്കിയൊക്കെ മെഷീനിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക ചെയ്യാം. അപ്പോൾ അതും പറ്റാണ്ടായി. ബാക്കിൽ ഇവിടെ ഒരേ കളിയാണ്, കണ്ടില്ലേ? ചെള്ളി ഭയങ്കര സാധനമാണ് ഗൈസ്. കൈ ഒടിഞ്ഞാലും വികൃതിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരേ കളിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ കയ്യിന് എന്തെങ്കിലും ഔട്ടാ ചെള്ളി. അങ്ങനെയൊക്കെയാണ്. അവൻ അങ്ങനെ തന്നെയാണ്. അവന് കൈ ഒടിഞ്ഞതൊന്നും വിഷയമല്ല. കൈ ഇങ്ങനെ കെട്ടിവെച്ചാൽ അതിനിങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് അവൻ്റെ സ്വഭാവം.
അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് രാവിലെ മുതലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. പിന്നെ ഈവനിങ് വന്നാൽ ഇന്നിപ്പോൾ ഏട്ടന് കുറച്ച് നേരത്തെ ഇവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ ഉള്ളതുകൊണ്ട് എന്താ പറയുക, കുറച്ചിങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ഗൈസ്.